ഈസാറ്റ് എന്ന് കേട്ട് മടുത്തുന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഇതൊരു വെറൈറ്റി ഈസാറ്റിനെ കുറിച്ചാട്ടോ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളെ ഡിസംബർ 22-നും 29-നുമായിട്ട് നടന്ന ഈസാറ്റിൻ്റെ റിസൾട്ട് ജനുവരി 1-ന് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈസാറ്റ് എന്താണോ, അത് ഞങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ അഡ്മിഷനെ കുറിച്ചാണ്. അല്ല സാർ, അപ്പോൾ മറ്റേ ഈസാറ്റോ? അത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1-ൽ നിങ്ങൾ നാട്ടിൽ സ്കൂളിൽ പഠിച്ചിട്ട് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഓൺലൈൻ ട്യൂഷനും പിന്നെ അതിൻ്റെ കൂടെ നീറ്റ് ജെയുടെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ എന്താണ് നിങ്ങൾ ഇപ്പോൾ എഴുതിയ ആ ഈസാറ്റിൻ്റെ സ്കോളർഷിപ്പ് പ്രകാരം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാരെ പറ്റും +2 ഒക്കെ കഴിഞ്ഞിട്ട് 1 വർഷമോ 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് നീറ്റും ജെയും ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത, അതായത് സ്വപ്നമായിട്ടുള്ള ഡ്രീമായിട്ടുള്ള MBBS അതിൻ്റെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള നീറ്റ്, അല്ലെങ്കിൽ എന്താ ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജായിട്ടുള്ള IIT-കളിലും NIT-കളിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള JEE ഒക്കെ 1 വർഷവും 2 വർഷമൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ പരിചയം ഉണ്ടാവില്ലേ. അങ്ങനെ കിട്ടാതിരിക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സ്കൂൾ പഠിക്കും നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. സ്കൂളിലെ ക്ലാസ് ഒന്ന്, എൻട്രൻസ് വേറൊന്ന് പറഞ്ഞിട്ട് നടക്കാറില്ല മിക്കവാറും കുട്ടികൾക്ക്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണ്. അതായത് നിങ്ങൾ നാട്ടിലുള്ള സ്കൂളല്ല പഠിക്കാൻ പോകുന്നത്, എജ്യൂപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ഞങ്ങളുടെ ക്യാമ്പസിലായിരിക്കും നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1-ഉം +2-ഉം പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇൻറ്റൻസീവായിട്ട് നീറ്റിൻ്റെയും ജെയുടെയും കോച്ചിങ്ങും ഞങ്ങൾ തരും. അതായത് 2 വർഷം റിപ്പീറ്റ് ചെയ്യുന്ന തുല്യമായിരിക്കും നിങ്ങളുടെ +1-ഉം +2-ഉം നമ്മൾ സ്കൂളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ. ആൻഡ് ഏറ്റവും അവസാനം +2 കഴിയുമ്പോൾ +2-ൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ചാൻസിൽ നിങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ ജെഇ നേടിയെടുക്കാൻ പറ്റുന്ന ആ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ് ആയിട്ടുള്ള ഈസാറ്റിൻ്റെ ഓഫ്ലൈനെ കുറിച്ചാണ് പറയാനുള്ളത്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് എജ്യൂപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ദി ബെസ്റ്റ് ആൻഡ് ദി ഡിഫറെൻ്റ് എന്നാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആകെ 300 കുട്ടികൾക്ക് മാത്രമേ ഇത്തവണ അഡ്മിഷൻ കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നടത്തുന്നതാണ്. അതിന്നും ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എത്ര മിടുക്കനായ കുട്ടിയാണെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണൽ കെയറും അറ്റൻഷനും തന്നിട്ടില്ലെങ്കിൽ +1-ൻ്റെയും +2-ൻ്റെയും കൂടെയും ഇത്രയും ഹെക്റ്റിക്കായിട്ടുള്ള സാധനം പഠിക്കുമ്പോൾ എന്താണ് മിക്കവാറും നിങ്ങൾ താഴോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾ മെല്ലെ കയറി +2-ൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ചാൻസിൽ ഞങ്ങളുടെ സിനാനെയും റംഷാദിനെയൊക്കെ പോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ സപ്പോർട്ടും ഇൻഡിവിജ്വൽ അറ്റൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 300 കുട്ടികളാണ് മാക്സിമം ഞങ്ങൾ എടുക്കാൻ പോവുക. നിങ്ങളുടെ മുന്നിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, 10,000 കുട്ടികളുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ മാത്രം കിട്ടണോ അല്ലെങ്കിൽ ഈ ഒരു അറ്റൻഷൻ കിട്ടണോ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് എജ്യൂപോർട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് പേഴ്സണൽ കെയർ ഞങ്ങൾ തരും. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ 100% റെസിഡൻഷ്യൽ ക്യാമ്പസ്. എന്താ ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങളുടെ ഹോസ്റ്റലും നിങ്ങൾ സ്കൂളും തമ്മിൽ 1 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം 1 മണിക്കൂർ. ആൻഡ് ഒരു 200 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ 200 മണിക്കൂർ പോകും. ആൻഡ് ഒരു ദിവസം നിങ്ങൾ 4 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 ദിവസം പഠിക്കേണ്ട സമയമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ബസ്സിൽ കളയാൻ പോകുന്നത്. ആ ഒരു സംഭവം മാത്രം മതി നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാതിരിക്കാൻ. സോ മക്കളെ, ഞങ്ങളിത് 100% 100% റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്യാമ്പസാണ്. യാത്രാക്ഷീണവും ബാക്കിയൊന്നും പറയുന്നില്ല കേട്ടോ. അരമണിക്കൂർ 1 ഡയറക്ഷനിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 1 വർഷം 50 ദിവസം പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഇനി അതാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും, ലേണിംഗ് എൻവയൺമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് കേരളത്തിൽ AC ക്ലാസ് റൂമുകൾ ചിലപ്പോൾ പല സ്ഥാപനത്തിലും AC സ്റ്റഡികൾ, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എയർ കണ്ടീഷൻഡ് സ്റ്റഡി ഹാളുള്ള ഒരേ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എജ്യൂപോർട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പഠന സമയം ക്ഷീണം കൂടാതെ എന്താ പറയുക ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാനും കളിക്കാനൊക്കെയുള്ള സൗകര്യം. അതായത് ഒരു ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കുക, അല്ലാതെ ഒരു ഷോപ്പിൻ്റെ മുകളിലല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നല്ല ഭക്ഷണം, നല്ല സപ്പോർട്ട്, ആൻഡ് അതുകൂടാതെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ പഠിച്ചിറങ്ങിയ മക്കളുടെ മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയായിരിക്കണം ഈ 2 വർഷം ക്യാമ്പസിലുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഒരു ബെസ്റ്റ് ലേണിംഗ് എൻവയൺമെൻറ്റ് എന്തുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് പിന്നെ ഉള്ളത് നിങ്ങളൊരു ടെക്നോളജി അസിസ്റ്റഡ് ആയിട്ടാണ് ലേൺ ചെയ്യാൻ പോകുന്നത്. അഡാപ്റ്റ്, ഇതിൽ ഓരോ കാര്യവും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഈ അഡാപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ്സിലിരുന്ന് സാധാ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഹോസ്റ്റലിലെത്തി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ടാബിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ടുള്ള അഡാപ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കേരള സിലബസ്, അതായത് ഒരുപാട് കുട്ടികൾ ഈ ഒരു റോങ് ചോയ്സ് എടുക്കാറുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് CBSEക്ക് എന്ത് ചെയ്യും +1 +2 ചെയ്ത് അതോടുകൂടി എന്താ നിങ്ങൾ എൻട്രൻസ് പോകുന്നത് തരണം. നിങ്ങൾ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചെങ്കിൽ കേരള സിലബസ് ആയിരിക്കും എന്തുണ്ടാവുക, നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. CBSE കുട്ടികൾക്ക് CBSE സിലബസ് ഉണ്ട് കേട്ടോ. പക്ഷേ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് വളരെ എന്താ പറയുക അധികം ഹെക്റ്റിക് അല്ലാത്ത സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ 5 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ +1 എഡ്യൂപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ +2 കഴിയുമ്പോൾ ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിലോ അതേപോലെ തന്നെ IITയിലോ NITയിലോ നിങ്ങൾക്ക് എത്താൻ പറ്റും. എന്ന് മാത്രമല്ല നിങ്ങൾ നല്ലൊരു മനുഷ്യരും കൂടെ ആയിട്ടുണ്ടാവും. ആൻഡ് ഈ ക്യാമ്പസിലേക്ക് ഉള്ള അഡ്മിഷൻ ടെസ്റ്റാണ് ESAT ഓഫ്ലൈൻ. എന്താ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ, അതായത് ജനുവരി 5-ാം തീയതി കേരളത്തിലെ 14 ജില്ലകളിലും എന്തുണ്ടാവും എഡ്യൂപോർട്ടിൻ്റെ ESAT ഓഫ്ലൈൻ എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാമിൽ നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് എഡ്യൂപോർട്ടിൻ്റെ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റും. ഡേറ്റ് മറക്കരുത്, ജനുവരി 5-ാം തീയതി ഞായറാഴ്ച. ഓക്കെ, രജിസ്ട്രേഷന്, അതായത് നിങ്ങൾ ESATൻ്റെ ഓൺലൈൻ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ എഴുതാൻ പറ്റുന്നതാണ്. രജിസ്ട്രേഷന് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്ന് മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ഒരു ക്യാമ്പസിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതിൽ നല്ല നിങ്ങളെ പ്രിയപ്പെട്ട 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടാവുന്നതാണ്. എക്സാം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരുമിച്ച് വന്ന് എഴുതാവുന്നതാണ്. ടോപ്പിക്കും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ പറഞ്ഞത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് തന്നെയാണ് ഉണ്ടാവുക. ആ എക്സാമും നിങ്ങൾക്ക് എഴുതാനായിട്ട് 2-3 ഫ്രണ്ട്സിനെയും കൂട്ടണമെന്നില്ല, അവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും ഇപ്പോൾ താഴെ കാണുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.